ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈപ്പടയിൽ വന്ദേ മാതരം എന്നെഴുതിയ പോസ്റ്റ് കാർഡ് ബഹിരാകാശത്തേക്ക്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മോദിയുടെ കൈപ്പടയിൽ ബഹിരാകാശത്തിന് വന്ദേ മാതരം തിളങ്ങും. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്കൈറൂട്ട് എയ്റോസ്പേസ് തങ്ങളുടെ ആദ്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം-1 ഈ പോസ്റ്റ് കാർഡ് ബഹിരാകാശത്തേക്ക് ഇന്ന് അയക്കുകയാണ്. ആഗമൻ എന്നാണ് ഈ ദൌത്യത്തിന്റെ പേര്. ഈ പേരിൽ ആരംഭിക്കുന്ന ഈ പദ്ധതി ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ മേഖലയ്ക്ക് സുപ്രധാന നേട്ടമാണ് സമ്മാനിക്കുക. രാജ്യത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ വിക്രം-1 റോക്കറ്റ് വിക്ഷേപണം ഇന്ന് രാവിലെ 11:30-ക്കാണ്. ശ്രീഹരിക്കോട്ടയിലെ ISROയുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം വിക്ഷേപണത്തറയിൽ നിന്നാണ് മിഷൻ ആഗമൻ എന്ന പേരിട്ട ദൌത്യം നടക്കുക. ഇൻസ്പേസിന്റെ പിന്തുണയോടെയാണ് വിക്ഷേപണം. പൂർണ്ണമായി ഖര ഇന്ധനം ഉപയോഗിക്കുന്ന 3 ഘട്ടങ്ങളുള്ള റോക്കറ്റാണ് വിക്രം. 1.22 മീറ്റർ ഉയരമുള്ള റോക്കറ്റിന്റെ താഴ്ന്ന ഭ്രമണ പഥത്തിലേക്ക് 350 കിലോഗ്രാം ഭാരം അയക്കാൻ കഴിയും എന്നാണ് അവകാശവാദം. ആദ്യ ദൌത്യത്തിൽ ഭൂമിയിൽ നിന്ന് 450 കിലോമീറ്റർ അകലെ എത്താനാണ് റോക്കറ്റ് ലക്ഷ്യമിടുന്നത്. ആദ്യ പരീക്ഷണ ദൌത്യമായതിനാൽ വലിയ ഉപഗ്രഹങ്ങളൊന്നും ഇത്തവണ അയക്കുന്നില്ല. 15 മിനിറ്റും 46 സെക്കൻഡും കൊണ്ട് ദൌത്യം പൂർത്തിയാകും. 4 പ്രധാന പേ ലോഡുകളാണ് ദൌത്യത്തിലുള്ളത്. ബംഗളൂരു ആസ്ഥാനമായ സ്റ്റാർട്ടപ്പ് ഗ്രഹ സ്പേസിന്റെ സോളാറസ് എന്ന 3, മറ്റൊരു സ്റ്റാർട്ടപ്പ് കോസ്മോസർ സ്പേസിലെ എംപോസ് എന്ന ബഹിരാകാശ റോബോക്കൈ, സ്കൈറൂട്ടിന്റെ സ്വന്തം സ്കോപ്പ് സാറ്റ് എന്നിവയാണ് അതിൽ പ്രധാനികൾ. ജർമ്മൻ കമ്പനി ഡിക്യൂബ് സ്പേസിന്റെ ചെറു സാങ്കേതിക വിദ്യാ പരീക്ഷണവും ദൌത്യത്തിന്റെ ഭാഗമാണ്. ഇതിനു പുറമെ വിക്രം സാരാഭായുടെയും CV രാമന്റെയും ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെയും ഇത്തിരി കുഞ്ഞൻ പ്രതിമകളും ബഹിരാകാശത്തേക്ക് അയക്കുന്നുണ്ട്. ഒരു അരിമണിയേക്കാൾ ചെറുതാണ് ശില്പങ്ങൾ. ലാബ് നിർമ്മിത ഡയമണ്ട് ആഭരണവും റോക്കറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മോദിയുടെ പോസ്റ്റ് കാർഡിനൊപ്പം കമ്പനിയുടെ ടീം, നിക്ഷേപകർ, നയരൂപീകരണക്കാർ, ശാസ്ത്രജ്ഞർ, നിലവിലുള്ളതും ISRO ചെയർപേഴ്സണുകൾ, മുൻപുള്ള ISRO ചെയർപേഴ്സണുകൾ, ഇന്ത്യൻ ബഹിരാകാശ യാത്രികർ, ലോകമെമ്പാടുമുള്ള അഭ്യുദയകാംക്ഷികൾ എന്നിവരുടെ കൈകൊണ്ട് എഴുതിയ പോസ്റ്റ് കാർഡുകളും ദൌത്യത്തിൽ ഉണ്ടായിരിക്കും. ഇന്ത്യയുടെ ബഹിരാകാശ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ആദരിക്കുന്നതിനുള്ള ഒരു സവിശേഷ സംരംഭമായാണ് കമ്പനി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിൽ സ്വകാര്യമായി വികസിപ്പിച്ച ആദ്യത്തെ ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റാണ് വിക്രം-1. പൂർണ്ണമായും കാർബൺ സംയോജിത ഘടനയെ നിർമ്മിച്ച മൾട്ടി സ്റ്റേജ് വിക്ഷേപണ വാഹനമാണിത്. ആത്മാൻ ദൌത്യം വിജയിച്ചാൽ അത് ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റിന്റെ നേട്ടത്തെ അടയാളപ്പെടുത്തുക മാത്രമല്ല, ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് സംഭാവന നൽകിയ പ്രധാനമന്ത്രി മോദിയുടെ വന്ദേ മാതരം സന്ദേശം ഉൾപ്പെടെ എണ്ണമറ്റ വ്യക്തികളുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയുമാണ് ബഹിരാകാശത്തേക്ക് എത്തിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.